കോഴിക്കോട്ടെ കപ്പലോട്ടം കഴിഞ്ഞെത്തിയ നമ്മുടെ വള്ളൂർനാടൻ കൂട്ടത്തെ കൊള്ളയെ നടത്തി കൊള്ളിവെച്ച് താമൂരിപ്പെടാം. ഈ മണ്ണിലേക്ക് ഇനി ഒരു തരി പൊന്നെത്തിക്കൂടല്ലോ. നമുക്ക് വിവരം കിട്ടിയോണ്ട് പന്തലായനി ഇറങ്ങി കട്ടവണ്ടി കയറി വരുന്ന വഴിയാ ഇവിടുത്തെ വിവരങ്ങൾ അറിയണത്. എല്ലാം കേട്ടപ്പോ ഇങ്ങോട്ട് വന്ന് കാണാതെ ഒരു സ്വൈര്യം കിട്ടിയില്ല. ഒരു ജന്മം കൊണ്ട് സ്വരക്കൂട്ടിയത് മുഴുവനുണ്ടല്ലോ പൊന്നായിട്ട്. മൈമുനാന്റെ നിക്കാഹ് നടത്തണ്ടേ? അതിന് ഇവനുണ്ടല്ലോ. സ്വന്തം മണ്ണി കുരുത്ത കുരുമുളക് കൊണ്ടുണ്ടായ ഈ പൊന്നുകൊണ്ട് വേണം നമ്മുടെ വേറെറുത്ത പാപിയുടെ ഉയിരിന്റെ കെട്ടറുക്കാൻ. ഇത് നിങ്ങളുടെ ദേഹത്ത് ഒരു മൂന്നാമത്തെ കൈയായിട്ട് കിടന്നുണ്ട്. ഒപ്പം നമ്മളുണ്ട്. ചാവേറാണെന്നും കരുതി വെട്ടത്തതിർത്തിയില് കളരി കയറിയിട്ട് 3 ആണ്ട് പോലും ആകാത്ത പൈതങ്ങള് കുളത്തി കെട്ടി താഴ്ത്തി താമൂരിന്റെ ആൾക്കാര് അറിഞ്ഞു. ഇവിടെ ആരെയും അറിയിക്കണ്ട. കടലിലെയും കച്ചവടത്തിലെയും നിയമം തെറ്റിക്കുന്നവനാ താമൂരി. ആ നെറിയില്ലാത്തവന്റെ മുന്നിൽ നമ്മൾ പോയാലും എന്താവുന്ന? ശരിയുള്ള ഒരു ശക്തിയുള്ളവന്റെ മുന്നിൽ എപ്പോഴും ജയിച്ചു എന്ന് വരില്ല. എന്നാലും ഇടയ്ക്കൊരു വിളക്കെങ്കിലും മിന്നില്ലെങ്കിൽ എല്ലാം ഇരുട്ടാവില്ലേ? എല്ലാവർക്കും ഇരുട്ടെന്നേ പഴക്കായി. എന്നിട്ടും വെട്ടത്തെ പറ്റിയൊരു ഓർമ്മ. എല്ലാറ്റിനും മീത് നിൽക്ക്. പാണന്റെ പാട്ടിന് പകിട്ടാവട്ടെ. നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ? ദേവിയുടെ ദർശനം കിട്ടിയതല്ലേ, പൂവ് തന്നെ വേണം. ഒരായുസ് മുഴുവൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയൊരു നാള് വരുമ്പോ കണ്ണ് നിറയരുതെന്നാണ്. എന്റെ മാത്രമല്ല, ജയിക്കാനായി കച്ചകെട്ടി ഇറങ്ങുന്ന ഒരാണിനെ ഓർത്തും വള്ളവനാട്ടിലെ ഒരു പെണ്ണിന്റെയും ഒരു തുള്ളി കണ്ണീര് പോലും വീഴില്ല. വീണ അത് തീമഴയാകും. ഭഗവതിയോട് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. മുറിച്ചു വെച്ച പോലെ ബാക്കി തന്നു പോയ എൻ്റെ ഉണ്ണി വളർന്നു വലുതായി ഈ മണ്ണിന് വേണ്ടി ബലിയർപ്പിക്കാൻ പുറപ്പെടുന്ന ഇതുപോലൊരു ദിവസം കാണാനിട വരുത്തരുതേ എന്ന് ഒരിക്കൽ മാത്രമേ എനിക്കിത് താങ്ങാനാവൂ. ഇവിടുന്ന് പടിയിറങ്ങി പോകുമ്പോൾ മുന്നിലെ ഇരുട്ടിൽ ഇരുതിരിട്ട കണ്ണായി കത്തേണ്ടത് നീയാണ്. തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ചൂടിലും ഞാനും ഉണ്ടാവും. കാവിലമ്മ കാക്കും. ഓരോ ചൂടിലും കനകം വിളയട്ടെ.
രാജാവ് തിരുമനസിന്റെ വിരുത്തിപ്പണം സ്വീകരിക്കുക. തിരുമനസിന് വൈഷമ്യമുണ്ട്, അതുകൊണ്ടാ കൊട്ടും കുരവയൊന്നും വേണ്ടാന്ന് വെച്ചത്. പിന്നെ എല്ലാം കുറച്ച് രഹസ്യമാവട്ടെ എന്നും വെച്ചു. ചുറ്റിനും ചാരന്മാരുണ്ട്, സൂക്ഷിക്കണം. മറ്റ് ചടങ്ങുകളൊന്നും മുടക്കണ്ടെന്നും കൽപ്പിച്ചറിയിട്ടുണ്ട്. അമ്മേ, മാമാങ്കത്തിന് പോവുകയാണ് ഞാൻ. അനുഗ്രഹിച്ചയക്കണം പെറ്റൊരമ്മേ. തിരികെ വന്നില്ലെങ്കിലും ഒരു മകൻ എന്ന നിലയിൽ ശിഷ്ടകാലം കഴിയാനുള്ള പണം വെച്ച് അമ്മയെ വണങ്ങുന്നു ഞാൻ. നീയേ ഇനി എനിക്കുള്ളൂ. നീ കൂടെ പോയി കഴിഞ്ഞാൽ ആരുണ്ട് അമ്മയ്ക്ക് ശേഷക്രിയ കഴിക്കാൻ? അഴലണ്ട, അമ്മയ്ക്ക് തിരുനെല്ലിയിൽ പിണ്ടവും വെച്ചേ പോവും ഞാൻ. തിരുനാവായിക്ക് പോയി നിലപാട് തറ വെട്ടിപ്പിടിച്ചോ, കൊന്നോ, അടക്കിയോ, മരിച്ചോ, ജയിക്കതയുണ്ണി. നേരമാവനുമൊത്ത് മാമാങ്കത്തിന് പോവുകയാണ് ഞാൻ. അനുഗ്രഹിച്ചയക്കണം പെറ്റൊരമ്മേ. തിരിച്ചു വന്നില്ലെങ്കിലും ഒരു മകനെന്ന നിലയിൽ ശിഷ്ടകാലം കഴിയാനുള്ള പണം വച്ച് അമ്മയെ വണങ്ങുന്നു ഞാൻ. ഒരു മകനെന്ന നിലയിൽ ശിഷ്ടകാലം കഴിയാനുള്ള പണം വെച്ച് വണങ്ങുന്നു ഞാൻ. തിരുനാവായിക്ക് പോയി നിലപാട് തറ വെട്ടിപ്പിടിച്ചോ, കൊന്നോ, അടക്കിയോ, മരിച്ചോ, ജയിക്കതയുണ്ണി. അമ്മാവൻ ചന്ദ്രോത്ത് പണിക്കർക്കും മുന്നിൽ വെട്ടിക്കയറണം നീ. അല്ലെങ്കിൽ വെട്ടി മരിക്കണം മുന്നേ നീ. അരുത്, തിരിഞ്ഞു നോക്കാനോ തിരികെ പോകാനോ പാടില്ല ഉണ്ണി. കുങ്കനുണ്ടാവും തുണയ്ക്ക്. തിരുനെല്ലിയിലെ കർമ്മങ്ങൾ മറക്കണ്ട.